ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് നൈറ്റിയുടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാക്ക് പീസിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുറേ ആളുകൾക്ക് സംശയമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നോക്കി ശ്രദ്ധിച്ച് കാണാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാത്ത ബാക്ക് പീസ് ഇതുപോലെ നിവർത്തിയിടുക. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ ആ ഭാഗത്തു നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ബാക്ക് പീസിൽ എക്സ്ട്രാ നിൽക്കും. അത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ വിടത്തിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ 1/2 ഇഞ്ച് ഉള്ളിൽ പോയി. ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അപ്പം ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ക്രോസ് പീസ് വെക്കുന്ന സമയത്ത് ക്രോസ് പീസിൻ്റെ ഒരറ്റത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയണത് എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയില്ല. അതിനാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ അതേപോലെ എനിക്കൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ ഒന്ന് മനസ്സിലായിക്കോളും എന്നുള്ളതിൽ ആണ് എത്തുകയാണ്. ഞാനക്ക് കറക്റ്റ് വീഡിയോ ആക്കാനും പറ്റണില്ല. ഫോണ് ഇതിമ മെഷീൻ വെക്കുമ്പോൾ ഉള്ളൊന്ന് തള്ളി പോകുന്നുണ്ട്. ഇത് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ 2-3 പ്രാവശ്യം വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടുക. ഇനി ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന ഭാഗത്തു കൂടെ ബാക്ക് പീസിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടല്ലോ, ആ ഭാഗത്തു കൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്രോസ് പീസുമ്പോൾ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റേ അറ്റത്ത് എത്തുന്ന സമയത്തും ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ തന്നെ കേട്ടിട്ട് കൊടുക്കുക. ഇത് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇക്കാരം കിട്ടുക. ഇപ്പം ആ ഭാഗം കവർ ചെയ്ത് ഉള്ളിൽ പോയിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ ആ ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ, അതും ഇതിൻ്റെ ഉള്ളിൽ ഇതാ പോയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തു കൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി. ഇത് എത്രത്തോളം മനസ്സിലാവുന്നുള്ളൂന്ന് എനിക്കറിയില്ല കേട്ടോ. മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. അധികം ആളുകളും ഇങ്ങനെ അല്ല കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യൽ. ഫ്രണ്ട് പീസിന് നെക്ക് ആദ്യം ഫിനിഷിങ് ചെയ്ത് ചിലർ ബാക്ക് പീസിന് ഇതുപോലെ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് രണ്ടും കൂടെ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ ഇടുന്ന സമയത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗം നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടും തോന്നും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഷോൾഡർ ജോയിൻ ചെയ്ത് ക്രോസ് പീസ് വെക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തന്നതാണ്. ഇങ്ങനല്ലാതെ ഒരു എളുപ്പ രീതിയിലും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ മുകൾക്കാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ട് പീസ് സ്റ്റിച്ച്, അത് അതിൻ്റെ ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്രോസ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ക്രോസ് പീസ് വെക്കുമ്പോൾ ഒരറ്റത്തുനിന്ന് ഇതുപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ കൂടുതൽ നിൽക്കുന്ന ഭാഗത്ത് കൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അത്ര വൃത്തി ഇതുണ്ടാവില്ല. ഇതാണ് എളുപ്പം ഒന്നും കൂടെ ചെയ്യാൻ. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. ആദ്യം ചെയ്ത രീതിയാണ് ഒന്നും കൂടെ നല്ല വൃത്തിയിലുണ്ടാവുക. അപ്പം അതേമാതിരി ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് നോക്കാം. ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി. ഞാൻ വീണ്ടും പറയാണ്, മനസ്സിലാവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സൂം ചെയ്തിട്ട് ഒരു 2-3 തവണ വീഡിയോ കണ്ടിട്ട് ഒരു വേസ്റ്റ് പീസിൽ ആദ്യം ഒരു 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രമിച്ചാൽ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പം രണ്ടിൻ്റെ വ്യത്യാസം കൂടെ നോക്കിയാൽ ഇതണ്ടില്ല, ഒന്ന് നല്ലപോലെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒന്നിന് അവിടെ ഒരു ഹോൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ രണ്ടാമത് അടിച്ചത് കണ്ടില്ല, ഒരു ഹോൾസ് ഇവിടെ ഇങ്ങനെ വരും ഇതുപോലെ അടിക്കുന്ന സമയത്ത്.